ഇന്നത്തെ വീഡിയോ വിവോ Y38 5G എന്ന് പറഞ്ഞിട്ടുള്ള വിവോയുടെ Y സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ്. നല്ല അടിപൊളി ഒരു വൈറ്റ് ബോക്സിലാണ് നമുക്ക് ഈ ഒരു ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്കിവിടെ ഒരു Y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു TPU കേസ്, ബുക്ക്ലെറ്റ്സ്, Type A to Type C USB കേബിള്, 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് അഡാപ്റ്റർ, ഒരു സിം ഇജക്ടർ ടൂൾ കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ബോക്സ് അവിടെ മാറ്റിയേക്കാം. നമുക്ക് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണെന്ന് നോക്കാം. നല്ല അടിപൊളി ഡിസൈനിൽ തന്നെയാണ് ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നത്. ജസ്റ്റ് റാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. വാവ്, നല്ല അടിപൊളി ഡിസൈനിലാണ് ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നത്. ക്യാമറ മൊഡ്യൂൾ ഒരു സർക്കിളിലാണ്. പിന്നെ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസൈൻ വൈസ് അടിപൊളിയാണ്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ലോങ് സ്റ്റേ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനോട് കൂടിയാണ് വിവോ ഈ ഒരു ഫോൺ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാപ്ഷന് ഉതകുന്ന രീതിയിലുള്ള ബാറ്ററി തന്നെ ഇതിൽ വിവോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആകുന്നത്. അൾട്രാ ലോങ് ലാസ്റ്റിംഗ് ഫ്ലാഷ് ചാർജ് സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 44 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുൾ ചാർജ് ഒക്കെ ചെയ്താണെങ്കിൽ അത്യാവശ്യം മോർ ദാൻ 1 ഡേ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി പ്രോസസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്ററിൻ്റെ പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ബൊക്കെ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ആണ്. വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1080 30 FPS നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി വീഡിയോ തന്നെയാണ് നമുക്ക് ഇതിന്ന് ലഭിക്കുന്നത്. ഈ ഒരു ഫോണിലെടുത്ത വീഡിയോയുടെ സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.68 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സൺലൈറ്റ് റീഡബിൾ ഐ കംഫർട്ട് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോൺ വെയിലത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് മാത്രമല്ല 120 ഹെർട്സിന്റെ സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഗെയിമിംഗ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഒക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ വിവോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 300X വരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഓഡിയോ കേൾക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു ഡീസന്റ് ഓഡിയോ ലിസണിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിലുള്ള സാമ്പിൾ ഓഡിയോ ആണ്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സലന്റ് ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. 256 GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 16 GB റാം സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതായത് 8 GB ഇന്റർണലും 8 GB എക്സ്പാൻഡബിളും കൂടെ ചെയ്തിട്ട് നമുക്ക് 16 GB റാം ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലാഗോ കാര്യങ്ങളോ ഫോണിൽ ഉണ്ടാകുന്നതായിരിക്കത്തില്ല. സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫൺ ടച്ച് OS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള Android 14 ആണ്. ഫോൺ നമുക്കൊന്ന് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്രീനിന് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുന്നത്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അഗേറ്റ് ഗ്രീന് പെസിഫിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള 2 കളറുകളിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് പെസിഫിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 919 ദിർഹംസ് ആണ്. കൺക്ലൂഡ് ചെയ്താണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്യാമറ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചെറിയ ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് വിവോയുടെ ഈ ഒരു ബഡ്ജറ്റ് സീരീസ് വിവോ Y38 5G. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണമെന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോർമലായിട്ടുള്ളൊരു ഫോൺ യൂസ് ചെയ്യണം. അതായത് അത്യാവശ്യം കോൾ ചെയ്യാൻ, പിന്നെ ക്യാമറയിൽ പെട്ടെന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഫോൺ, അതൊക്കെ നോക്കുന്നതാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ്. നിങ്ങളിപ്പോൾ മെയിൻലി ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഫോണിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ള ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്താണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയറിലുള്ള പ്രീമിയം ലുക്കുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും
ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ ആരെങ്കിലും പുതിയൊരു ഫോൺ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.